എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറുവേപ്പിലയാണ് ഉണ്ടാക്കുന്നത്. കറുവേപ്പില പൊടിയാണ്, കറിവേപ്പില പൊടി ഉണ്ടാക്കുന്നത്. നല്ല ഫ്രഷായത് വേണം, അത്ര ഫ്രഷല്ല, എന്നാൽ ഒരുവിധം ഫ്രഷുള്ളതാണ്. നല്ല കഴുകി വെള്ളമൊക്കെ വാർത്ത് വെടിച്ച് തുടച്ചു കൊടുക്കുന്നതാണ്. ഒരു 2 പൊടിയുണ്ട്, 2 പൊടി 100 ഗ്രാം ഉണ്ടാവും. കറക്റ്റാ ഇതുണ്ടാക്കുന്നത് പൊടി. എല്ലാവർക്കും നല്ലതല്ല കറിവേപ്പില ഇടാം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇട്ടിട്ട് തുടങ്ങാം. അടുപ്പ് വെച്ചിരുന്നു, ചട്ടി ചൂടാവട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് വറുത്തെടുക്കാം. നല്ല വറുക്കണം, പൊടിക്കാനുള്ളതാണല്ലോ. ഉപ്പ് ഇട്ട് കൊടുക്കാം, പാകത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. വറുത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയ കുഴപ്പമില്ല, നല്ല വറുത്തെടുക്കണം. ഒരുപാട് ഗുണമുള്ളതാണ് കറിവേപ്പില. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എല്ലാവർക്കും മുടി ഉണ്ടാവാൻ, മുടി കൊഴിയാണ്ടിരിക്കാൻ ഒക്കെ നല്ലതാണ് പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പിന്നേക്ക് ഉണ്ടാക്കി കഴിക്കണം. ഉണ്ടാക്കി വെച്ച ഒരാഴ്ച വയ്ക്കും, ഒന്നും കേടൊന്നും വരില്ല. പുറത്തേ വയ്ക്കാം. ചോറിൻ്റെ കൂടെയും ഇത്തിരി ദിവസത്തെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. കുറേ പേർക്ക് മുടിയുടെ പ്രശ്നമാണ്. അപ്പോൾ മുടിയെ കൊഴിയാണ്ടിരിക്കാൻ നല്ലതാണ്. ഉണ്ടാവാനും വളരാനും ഒക്കെ ഷുഗറിന് നല്ല ഒരു മരുന്നും കൂടിയാണ് കറിവേപ്പില. നമ്മൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം. ചെറിയൊരു വീഡിയോ ആണ്, ഫുള്ളും കാണണം, അവിടെ മനസ്സിലാവുള്ളൂ. ഉപ്പ് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ആവട്ടെ, നല്ല മുരുക്കനായിട്ട് വരണം. ഇതെടുത്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും നമുക്ക് ഒന്നുകൂടി പൊടി കൊടുക്കണം. ലാസ്റ്റ് പിന്നെ വറക്കണം. ലാസ്റ്റ് ഒന്നും കൂടി പൊട്ടി ചൂടാക്കണം. ഒരു വിധമായിട്ടുള്ളൂ, ഒന്നും കൂടി ആവാണ്ട്. ഇതാ ആവശ്യത്തിന് വേണ്ട ഉണക്കമുളകാണ്, ഒരു 5-6 ഉണ്ട്. വേണ്ടതെടുക്കാം. അതേ എരിവ് വേണമെങ്കിൽ കൂട്ടാം, കമ്മിയാണെന്ന് കുറയ്ക്കാം. ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവട്ടെ. ഇനി 2 സ്പൂണ്, 2 വലിയ സ്പൂണാണ്, 3 സ്പൂണ് കടലപ്പരിപ്പുണ്ട്, ഒരു 3 സ്പൂണ് ഉഴുന്നുപരിപ്പുണ്ട്, 2 സ്പൂണ് എള്ളുണ്ട്, പിന്നെ കടല ഉണ്ട്, ഒരു 2 സ്പൂണ് കടലുണ്ട്. നല്ല കടലയാണ്. 1/2 സ്പൂണ് കുരുമുളക്, പിന്നെ ജീരകം ഇട്ട് കൊടുക്കുക. കൊതിട്ട് കൊടുക്കാം. നല്ല കളറൊക്കെ മാറി നല്ല മണമായിട്ട് വരണം. കളറ് മാറണം. കടലിടാം. 1/2 സ്പൂണേ ഉള്ളൂ കുരുമുളകിട്ടുണ്ട്. നല്ല മണം വരും, കളറ് മാറും. അത് വരച്ച് മറക്കണം. എള്ളിടുന്നുണ്ട്, 2 സ്പൂൺ എള്ളുണ്ട്. വെള്ള എള്ളി കറുപ്പല്ല, ഏത് എള്ളു വേണ്ടടാ. നല്ല പൊട്ടിയ ശേഷം നമുക്ക് മാറ്റാം. ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിഞ്ഞ് ഒരു 4-5 വെളുത്തുള്ളി ഉണ്ട്, ഒന്നാവട്ടെ. ഒരു ലേശം പുളിഞ്ഞിറങ്ങുന്നുണ്ട്, 1/2 സ്പൂണ് ജീരകം, കായുണ്ട്, കായപ്പൊടി 1/2 സ്പൂണ്. 1 സ്പൂൺ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അടുപ്പ് ഓഫാക്കിയാണ് ചൂടാവിക്കാൻ വേണ്ടിട്ട് വേപ്പിലിട്ട് പാല്. എന്നും കൂടി ആവട്ടെ. മണക്ക കറുവേപ്പില പൊടി റെഡിയായി കൊണ്ടിരിക്കുകയാണ്. പിടിച്ച പൊട്ടണം, അങ്ങനെ പൊട്ടണം പിടിച്ച, അതാണ് അതിന് പാകം. നല്ല മുരുക്കനാവണം ഇല. വെളിവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുരുക്കനാക്കുന്നത്. ആയി കഴിഞ്ഞു, ഞാൻ ഓഫാക്കാം. ചൂടാകട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് ആദ്യം കറുവേപ്പില പൊടിക്കണം. അതിന് ശേഷമാണ് മറ്റൊക്കെ ഇടുള്ളൂ കേട്ടോ. ആദ്യം കറുവേപ്പില പൊടിക്കാം. പുളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കറുവേപ്പില, ഉപ്പാണിത്. ഇത് ആദ്യം നമുക്ക് പൊടിച്ചെടുക്കാം. മുളക് ഇടുന്നുണ്ട്, പൊടിച്ചു കൊടുക്കാം. ഇനി മറ്റേ പൊടിക്കാൻ കൊണ്ടുപോകണം. ആദ്യം കറിവേപ്പില പൊടിച്ചു, ഇനി ബാക്കിയുള്ളത് പൊടിച്ച് കാണിച്ചു തരാം. ഇതാണ് പൊടി. സൂപ്പർ ടേസ്റ്റ്, എന്താ മണം, അപാര മണത്തിലുള്ള നമ്മുടെ കറിവേപ്പില പൊടി റെഡിയായി. ഇഡ്ലിക്കും ചോറിനും ദോശയ്ക്കും എല്ലാവർക്കും കൂട്ടാൻ പറ്റും. ഉപ്പൊക്കെ പാകത്തിന് കുറയ്ക്കുക ചെയ്യുക. ഉപ്പ് കൂട്ടാ കുറയ്ക്കുക, മുളക് കൂട്ടാ കുറയ്ക്കുക, എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കി ഒരു ഡപ്പയിലിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരാഴ്ച പുറത്തിരിക്കും. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെച്ച് ഉപയോഗിക്കാം.
ചോറ് കൊണ്ടുവരുന്ന വീട്ടിലേക്ക് കൊടുത്തത് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് ഇതിലിട്ട് എണ്ണ ഒഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് പൊടി എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്, നല്ലെണ്ണ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, നെയ്യ് ഒഴിക്കാം. നമ്മുടെ അടുത്ത് എന്തെണ്ണ ഉണ്ടോ, എന്തെണ്ണ ഇഷ്ടം അത് ഒഴിച്ചിട്ട് നല്ല മിക്സ് ആക്കുക. ചോറിനും ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റും, കൊണ്ടുപോകാനും പറ്റും. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ആക്കി കൊടുത്താൽ നല്ല നല്ല നല്ലെണ്ണ ഉപയോഗിച്ചാൽ മതി. സൂപ്പർ ടേസ്റ്റിലുള്ള കറിവേപ്പിൻ്റെ പൊടി റെഡിയായി. മണക്ക അപാര മണമാണ്. ഉപ്പൊക്കെ പാകത്തിന് കൂട്ടുമുറിയൊക്കെ ചെയ്യുക. അപ്പം നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.